ബി.ജെ.പി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, പരസ്യമായ മതനിന്ദയാണ് മുഖ്യമന്ത്രിയുടെ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥ നടത്തിയത്. കൃഷ്ണനെയും ക്രിസ്തുവിനെയും അവഹേളിക്കുന്ന സമീപനം എങ്ങനെ കാണുന്നു? കേരളത്തിലെ പിണറായി വിജയന്റെ ഭരണത്തിൽ മാത്രമല്ല, ഇത് തുടങ്ങിയത് കോൺഗ്രസ് ഭരണത്തിലുമാണ്. ഈ നാട്ടിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മതവിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും ഒരു ഭാഗത്ത് തടയപ്പെടുന്നു. മറുഭാഗത്ത് ഈ ക്രൈസ്തവ ഹിന്ദു വിഭാഗം ഒഴിച്ച് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്ക് ന്യൂനപക്ഷ വോട്ട് കിട്ടുന്നതിന് വേണ്ടി, മുസ്ലിം സംഘടിത വോട്ട് കിട്ടുന്നതിന് വേണ്ടി അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇപ്പൊ വിധവാ പെൻഷൻ അടക്കം, അല്ലെങ്കിൽ പ്രീസ്റ്റുകളുടെ കാര്യം അടക്കുമ്പോൾ, ഇപ്പൊ പള്ളിയിൽ പ്രാർത്ഥന നടത്തുന്ന കപ്പ്യാർക്കോ അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛനോ ഏതെങ്കിലും തരത്തിലുള്ള പെൻഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യമുണ്ടോ? രാമായണം വായിക്കുന്ന ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാര്യന്മാർക്ക്, അതല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളിലെ നമ്പൂതിരിമാർക്ക്, ഇവർക്കാർക്കെങ്കിലും ഈ തരത്തിലുള്ള എന്തെങ്കിലും സൗജന്യം കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഒരു ഭാഗത്ത് ഒരു മതത്തിനു വേണ്ടി കേരളത്തിലെ ജനങ്ങൾ നികുതി അടയ്ക്കുന്ന പണം കൊടുക്കുക, അങ്ങനെ ആ മതത്തെ വളർത്താൻ ബോധപൂർവം ശ്രമിക്കുക. ഇത് വലതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്തും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്തും നിർലോഭം നടന്നു. ഇപ്പോ ഒരു രീതിയിൽ അത് മാറി. വെറും പണം കൊടുക്കൽ മാത്രമല്ല, ഇപ്പൊ പണം കൊടുത്ത് ഈ മതത്തെ, സംഘടിത മതത്തെ വോട്ടിന് വേണ്ടി വളർത്തുന്ന ആളുകൾ ഇപ്പോ പരമത നിന്ന പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരമത നിന്ന എന്ന് പറയുന്നത് മതേതര കേരളത്തിന് ഭൂഷണമാണോ? ഇവര് മിണ്ടിയ കേരളമാണ് ഇവിടെ മതേതരത്വമാണ് എന്ന് പറഞ്ഞ് ഗുളിക കഴിക്കുന്നത് പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും മതേതരത്വം പറയുന്ന ആൾക്കാരല്ലേ? ഈ മതേതരത്വം പറയുന്ന ആളുകൾ ഓണം എന്ന് പറയുന്ന വിശിഷ്ടമായ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന ഒരാഘോഷമാണ്. അതിൽ മുസ്ലിം സമൂഹമുണ്ട്, ക്രൈസ്തവ സമൂഹമുണ്ട്, ഹിന്ദു സമൂഹമുണ്ട്. പക്ഷേ ജിഹാദികളായിട്ടുള്ള ഒരു വിഭാഗം മുസ്ലിം, എല്ലാ മുസ്ലിങ്ങളും ഇല്ല കേട്ടോ, ജിഹാദികളായിട്ടുള്ള ഒരു വിഭാഗം മുസ്ലിങ്ങൾ അതിനെ എതിർക്കുന്നു. സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു, വിദ്യാർത്ഥികളെ പറയുന്നു, നിങ്ങൾ ഓണത്തിന് ആശംസ നേരരുത്, നിങ്ങൾ ഓണത്തിന് പായസം വെച്ചിട്ടുള്ള ഈ ഓണസദ്യ നിങ്ങൾ ഉണ്ണരുത്. അവിടെ ഇടതുപക്ഷക്കാരൻ, ഇന്നല്ല, ഈ ഇടതുപക്ഷക്കാരന്റെ സൈദ്ധാന്തികനായിട്ടുള്ള ആളുകൾ കാളന്റെ കൂടെ കാളയും കഴിക്കണം ഓണത്തിന് എന്ന് പ്രഖ്യാപിച്ചത് നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ വളരെ ബോധപൂർവമായി ഹൈന്ദവ ആചാരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അത് ക്രൈസ്തവ ആചാരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ക്രൈസ്തവ പള്ളിയെയും ക്രൈസ്തവ പുരോഹിതന്മാരെയും ഹിന്ദുക്കളെയും ഹിന്ദു പുരോഹിതന്മാരെയും ഹിന്ദു ക്രൈസ്തവ ബിംബങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നു. ഇത് നടക്കുന്നത് എവിടെയാ? ആഭ്യന്തരമന്ത്രിയുടെ മൂക്കിന്റെ കീഴിലാണ്, ആ വകുപ്പിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ വകുപ്പിൽ ഇങ്ങനൊരു തീരുമാനം എടുക്കുമ്പോ എന്താ ഇവിടുത്തെ ഇന്റലിജൻസ് വിങ്ങിന് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ഇവിടുത്തെ ഇന്റലിജൻസ് വിങ് എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടോ? അതൊന്നും അല്ല കാരണം. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, 2031 ജിഹാദി പറഞ്ഞല്ലോ, 2031 കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരും. കേരളത്തിൽ ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ ഒരു ജിഹാദി ബന്ധം മുഖ്യമന്ത്രിയുടെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. ആരാണ് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം അറിവോടുകൂടിയിട്ടാണ്. അതായത് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും എല്ലാ സംവിധാനങ്ങളുടെയും അംഗീകാരത്തോടെയും ആശീർവാദത്തോടെയുമാണ് അല്ലേ? തീർച്ചയായിട്ടും ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് വളരെ ബോധപൂർവമായ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുക ഒരു ഭാഗത്ത്, വളരെ ബോധപൂർവമായ ഒരു എന്താ പറയുക, ഒരു ഏകശിലാ മതത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുക. അതായത് മുസ്ലിം സമൂഹത്തിൽ ഒരു ജിഹാദി മൈൻഡ് ഡെവലപ്പ് ചെയ്യാൻ, ജിഹാദികളുടെ മനസ്സ് മുസ്ലിം സമൂഹത്തിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ വളരെ ശക്തമായി നടക്കുകയാണ്. മറ്റു മതങ്ങളെ ഇല്ലാതാക്കുക, മറ്റ് മതപുരോഹിതരെ നശിപ്പിക്കുക, മറ്റ് മതബിംബങ്ങളെ അവഗണിക്കുക ഈ രീതിയിലുള്ള സമീപനമാണ്. സ്വന്തം മതം വളർത്തുന്നതിന് ആർക്കും ഇവിടെ എതിർപ്പില്ല. ഭരണഘടനയനുസരിച്ച് ആർക്ക് വേണമെങ്കിലും സ്വന്തം മതം നടത്താം. ഇപ്പൊ ശ്രീകൃഷ്ണാഷ്ടമിക്ക്, ശ്രീകൃഷ്ണ ജയന്തിക്ക് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാട്ടുകൾ പാടാം, അത് ആർക്ക് വേണമെങ്കിലും പാടാം. പക്ഷേ നിങ്ങൾ
ആ പാട്ട് പാടുന്നവർ മറ്റു പാട്ട് പാടരുത് എന്ന് നിഷ്കർഷിക്കാനുള്ള അവകാശമില്ല. അതാണ് പരമത നിന്ന. ആ പരമത നിന്ന എന്ന് പറയുന്നത് ഇന്ത്യൻ IPC ആക്ട് പ്രകാരം, ഇപ്പോഴത്തെ പുതിയ ആക്ട് പ്രകാരവും അത് ശിക്ഷാർഹമാണ്. ആഭ്യന്തരമന്ത്രി സ്വന്തം തട്ടകത്തിൽ സ്വന്തം വകുപ്പിൽ നടന്ന ഈ പരമത നിന്നയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ? അവരെ തുറുങ്കിലടയ്ക്കാൻ ഈ സർക്കാർ തയ്യാറാകുമോ? മതേതര സർക്കാരാണല്ലോ. അതിനുള്ള തന്റെ ഇടം ഈ സർക്കാരുണ്ടോ? പോലീസിൽ ഇതല്ലേ പരിപാടി? ഫയർഫോഴ്സിൽ എന്താ ഈ ജിഹാദികളെ വിളിച്ചിട്ടല്ലേ ഫയർഫോഴ്സിൽ പരിപാടി നടത്തിയത്? ഈ ജിഹാദികൾ പച്ച വെളിച്ചവുമായിട്ടല്ലേ പോലീസിൽ പ്രവർത്തിക്കുന്നത്? അവർ സകല മേഖലകളെയും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. പത്രക്കാരുടെ മേഖല, മാധ്യമങ്ങളുടെ മേഖല, അതേപോലെ തന്നെ പോലീസില്, അതേപോലെ ഗവൺമെന്റ് ഓഫീസില്, ഇപ്പോ ആഭ്യന്തര മന്ത്രാലയത്തില്, ഇതൊക്കെ വലിയ അപകടകരമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വീട്ടിലടക്കം ജിഹാദി സ്വാധീനം എത്തിക്കഴിഞ്ഞു. അത് പെനിട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യന്തം അപകടകരമാണ്. ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. മുഖ്യമന്ത്രി മതേതര മുഖ്യമന്ത്രി ആണെങ്കിൽ, ഇതിനകത്ത് ഏറ്റവും വേറൊരു വിഷയം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഈ മുഖ്യമന്ത്രി മതേതര മുഖ്യമന്ത്രിയാണെങ്കിൽ നിലപാടെടുക്കണം എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഇവിടുത്തെ പ്രതിപക്ഷത്തിനുണ്ടോ? പ്രതിപക്ഷത്തിന്റെ നാവ് ഈ ജിഹാദികളുടെ മുമ്പിൽ, പ്രതിപക്ഷത്തിന്റെ നാവ് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ജിഹാദികളുടെ മുമ്പിൽ പ്രതിപക്ഷം മിണ്ടില്ല. ജിഹാദികൾക്കെതിരായിട്ട് കല്ലറക്കൽ പള്ളിയിൽ അന്നത്തെ ബിഷപ്പ് പറഞ്ഞപ്പോ ആ ബിഷപ്പിനെതിരെ രംഗത്ത് വന്നവരാണ് ഇവിടുത്തെ പ്രതിപക്ഷം. നിങ്ങൾ ജനം TV ഈ വിഷയം ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ അയാൾ ബ്ലാ 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 എന്ന് പറയും. അയാൾ ഇതിന് മറുപടി പറയില്ല. കാരണം ഇവന്മാരൊക്കെ ഈ സംഘടിത മത വോട്ടിന് വേണ്ടി രാജ്യത്തെ ജിഹാദികളുടെ മുമ്പിൽ അടിയറവ് വെക്കുകയാണ്. അതിന്റെ പ്രിപ്പറേഷനാണ് ഈ കാണുന്നതെല്ലാം. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചത്.